കോഴിക്കോട്ട് സ്വകാര്യ ബസ് മറിഞ്ഞ അപകടം. നിരവധി പേർക്ക് പരിക്ക്. അരയിടത്ത് പാലത്താണ് അപകടമുണ്ടായത്. ഒരാളുടെ നില ഗുരുതരമാണ്. എം.എസ്. അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കും. അനീഷ്, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ബസ് ഏതാണ്ട് മറിഞ്ഞിരിക്കുകയാണ്. എത്ര യാത്രക്കാരുണ്ടായിരുന്നു? എന്താണ് വിശദാംശം? ഏതാണ്ട് വൈകുന്നേര സമയമായതുകൊണ്ട് തന്നെ നിറയെ യാത്രക്കാരുമായി മെഡിക്കൽ കോളേജിലേക്ക് പുറപ്പെട്ടു. പാലത്തിന് താഴ്ഭാഗത്തേക്ക് എത്തുമ്പോൾ, പാലത്തിന്റെ ഒരു അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ നമുക്ക് പൂർണ്ണമായും മറിഞ്ഞു കിടക്കുന്ന ഒരു കാഴ്ച തന്നെ. ഷീറ്റുകളൊക്കെ ഒരു വശത്തേക്ക് തെരിഞ്ഞു കിടക്കുന്ന നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നല്ല പൂർണ്ണമായും ഒരു വശത്തേക്ക് തെരിഞ്ഞു കിടക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് നോക്കാനുള്ള ശില്പങ്ങളൊക്കെ ഒരു വശത്ത് നിർമ്മിക്കുന്നതും നമുക്ക് കാണാം. വടങ്ങൾ, വലിയ വടങ്ങൾ യന്ത്ര സംവിധാനത്തിൽ ബസ് ഉയർത്തുന്നതിനുള്ള നീക്കങ്ങളാണ്. 25 യാത്രക്കാർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അവരുടെ സമീപത്തുള്ള അനീഷ്, സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അനീഷിലേക്ക് വരാം. ഏതായാലും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ബസ് മറിഞ്ഞ പശ്ചാത്തലമാണ്. അതിന്റെ ഒരു വശത്തേക്ക് അത് മറിഞ്ഞിരിക്കുകയാണ്. നിരവധി യാത്രക്കാർ ആ ബസ്സിലുണ്ടായിരുന്നു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം വൈകുന്നേര സമയമാണ്. സ്കൂൾ വിട്ടവരും ഓഫീസ് വിട്ടവരും ഒക്കെ ഈ സ്വന്തം വീടുകളിലേക്ക് മറ്റും മടങ്ങുന്ന, താമസ സ്ഥലത്തേക്ക് മടങ്ങുന്ന സമയമാണ്. സ്വാഭാവികമായും കൂടുതൽ ആളുകൾ ബസ്സുകളെ ആശ്രയിക്കുന്ന, പൊതുഗതാഗതത്തെ ആശ്രയിക്കുന്ന നഗരം കൂടിയാണ് കോഴിക്കോട്. ആ ബസ്സിൽ നിറയെ യാത്രക്കാരുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അനീഷ്, കേൾക്കാമോ? തുടരാം. അനീഷിലേക്ക് വരാം അല്പസമയത്തിനകം തന്നെ എന്ന് കരുതുന്നു. ഏതായാലും 20ഓളം യാത്രക്കാർക്ക് പരിക്കുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതിൽ ഒരാളുടെ നിലയാണ് ഇപ്പോൾ ഗുരുതരമായി മനസ്സിലാകുന്നത്. ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അനീഷ്, തുടരാം. അനീഷ്, കേൾക്കാമോ? പോലീസുകാർ അവരുടെ നടപടികളിലാണ്. കാരണം അവർക്ക് ഈ പറഞ്ഞതുപോലെ സ്ഥലത്തുള്ള ഗതാഗതം നിയന്ത്രിക്കേണ്ടതുണ്ട്. അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞു. എല്ലാ സംവിധാനങ്ങളും ചെയ്തു കഴിഞ്ഞു. ആശുപത്രികളിലേക്ക് എത്തിയെന്നാണ് മനസ്സിലാകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ അപകടമാണ് സംഭവിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം എന്നതുകൂടി ഇതിനോട് ചേർത്ത് വെക്കേണ്ടി വരും. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. എം.എസ്. അനീഷ് കുമാർ അവിടെയുണ്ട്. സംഭവസ്ഥലത്ത് അനീഷ് ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അനീഷെ, കേൾക്കാമോ? അരിജിത്ത്, തീർച്ചയായും ഈ വാഹനം ഉയർത്തുന്നതിനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ ജനക്കൂട്ടം ഈ അരയിടത്ത് പാലത്തിന്റെ അവസാന ഭാഗത്തോട് ചേർന്നുള്ള ഇടത്ത് നിലയുറപ്പിച്ചിരിക്കുന്നു. കൂറ്റൻ യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ വാഹനം ഉയർത്തുന്നതിനുള്ള നീക്കമാണ്. ഏതാണ്ട് വലിയ അപകടം ആണ് നടന്നിരിക്കുന്നതെന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ തന്നെയാണ് വാഹനം പൂർണ്ണമായും ഒരു വശത്തേക്ക് മറിഞ്ഞിരിക്കുന്നു. പാലം തുടങ്ങി അവസാനിക്കുന്ന ഒരു ഭാഗം, അതായത് പാലത്തിന്റെ ഒരു വശമാണ് ഈ ഗോകുലമ്മാളിന്റെ ഒക്കെ അടുത്തൊക്കെ വരുന്ന ചില സ്ഥാപനങ്ങളൊക്കെ ഉള്ള ഒരു ഭാഗം. ആ ഭാഗത്തിന്റെ ഒരു അവസാന ഘട്ടത്തിലാണ് PK നായനാർ ഫ്ലൈ ഓവർ, അരയിടത്ത് പാലം എഴുതിയ ശിലാഫലകങ്ങളൊക്കെ കാണാം. അതിന്റെ ആ ഭാഗത്തേക്കാണ് വാഹനം പൂർണ്ണമായി മറിഞ്ഞ് കിടക്കുന്നത്. യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ച് ടയറുകൾ, ഇരുമ്പ് വടം ഒക്കെ ഉപയോഗിച്ച് അതിലേക്ക് ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. വലിയ ജനക്കൂട്ടം എല്ലാ വശങ്ങളിലും നിൽക്കുന്നു. അവർ ഈ അപകടത്തിന്റെ ഒരു വ്യാപ്തി അറിഞ്ഞ് ഇവിടെ വന്നിരിക്കുന്ന ആളുകളാണ്. 25 പേർക്ക് പരിക്കുണ്ട്. അവരെ തൊട്ടടുത്ത് തന്നെയുള്ള ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അടുത്ത് തന്നെ ആശുപത്രി സംവിധാനമുള്ളത് എളുപ്പമായി ഇപ്പോൾ ഉയർത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട്ട് സ്വകാര്യ ബസ് മറിഞ്ഞാണ് അപകടമുണ്ടായത്. ഇപ്പോൾ